നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു മിക്സർ, വെറ്റ് ഗ്രൈൻഡർ എന്നിവ എങ്ങനെ സർവീസ് ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഈ എക്സസൈസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഇവ ചെയ്യുവാനാകും. മിക്സർ ഗ്രൈൻഡർ ഡിസ്മാൻഡിൽ പാർട്ടുകൾ തിരിച്ചറിഞ്ഞ് തകരാറുള്ള പാർട്ടുകൾ മാറ്റിയ ശേഷം റീഅസംബിൾ ചെയ്യും. വെറ്റ് ഗ്രൈൻഡർ ഡിസ്മാൻഡിൽ പാർട്ടുകൾ തിരിച്ചറിഞ്ഞ് തകരാറുള്ള പാർട്ടുകൾ മാറ്റിയ ശേഷം റീഅസംബിൾ ചെയ്യുക. ഈ പരിശീലനം ചെയ്യുന്നതിനാവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും നമുക്ക് സംഘടിപ്പിക്കാം. ടെസ്റ്റ് ലാമ്പ്, ഡബിൾ എൻഡഡ് സ്പാനർ സെറ്റ്, പ്ലാസ്റ്റിക് സ്പാനർ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, മെഗർ, സ്ക്രൂ ഡ്രൈവർ, പുള്ളി പുള്ളർ, മിക്സർ ഗ്രൈൻഡർ, വെറ്റ് ഗ്രൈൻഡർ, grease or lubricating oil, kerosene, cleaning brush, sandpaper smooth, soldering lead. നന്നായി മനസ്സിലാക്കുന്നതിനായി ഈ എക്സസൈസ് രണ്ടായി തിരിച്ചിരിക്കും. പാർട്ട് 1-ൽ മിക്സറിന്റെ സർവീസും റിപ്പയറും അടങ്ങിയിരിക്കും. പാർട്ട് 2-ൽ ഗ്രൈൻഡറിന്റെ സർവീസും റിപ്പയറും അടങ്ങിയിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഒരു മിക്സറിന്റെ സർവീസും റിപ്പയറും പരിശോധിക്കാം. മെയിൻ്റനൻസ് കാർഡിൽ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുക. മെയിൻ്റനൻസ് കാർഡിൽ കസ്റ്റമറിൽ നിന്നുള്ള കംപ്ലയിൻറ്റ് വിശദാംശങ്ങൾ രേഖപ്പെടുത്തുക. മിക്സർ ഓൺ ചെയ്ത് അതിൻ്റെ പ്രവർത്തനം പരിശോധിക്കുക. മിക്സർ സപ്ലൈയിൽ നിന്നും വേർപെടുത്തുക. അടിവശത്തുള്ള കവർ തുറന്ന് ഇവയുടെ വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തുക. സപ്ലൈ കോഡിലെ കേടുപാടുകളും ലൂസായ ടെർമിനൽ കണക്ഷൻസും, സ്വിച്ചുകളുടെ നല്ല അവസ്ഥ, മോട്ടറിന്റെ കൃത്യമായ മൗണ്ടിംഗ് പരിശോധിക്കുക. ജാറിൻ്റെയും മോട്ടറിൻ്റെയും നൈലോൺ അല്ലെങ്കിൽ റബ്ബർ കപ്ലിംഗ് കൃത്യമായി സെറ്റ് ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ചിലപ്പോൾ റീറ്റെയിനിങ് സ്പ്രിങ്ങും വാഷറും കേടായെങ്കിൽ മാറ്റിയിടേണ്ടത് അത്യാവശ്യമാണ്. മിക്സർ ഗ്രൈൻഡറിൽ പതിവായി സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഉപകരണം വളരെ പഴക്കമുള്ളതാണെങ്കിൽ, ജാറിൽ ലൂസായ ബ്ലേഡ്, ജാറിലെ പൊട്ടൽ അല്ലെങ്കിൽ തേഞ്ഞുപോയ റബ്ബർ ഗാസ്കറ്റ് എന്നിവയാണ്. സാധാരണഗതിയിൽ മിക്സർ ഗ്രൈൻഡറുകൾ 8 മുതൽ 10 വർഷം വരെയോ അതിൽ കൂടുതലോ കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നു. ഉപകരണത്തിന്റെ ജാറിൽ ഒരു ലൂസ് ബ്ലേഡ് ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ബ്ലേഡ് അസംബ്ലി ശക്തമാക്കാൻ നിങ്ങൾക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. മെഗർ ഉപയോഗിച്ച് മോട്ടറിന്റെ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി മെയിൻ്റനൻസ് കാർഡിൽ രേഖപ്പെടുത്തുക. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ ഒരു മെഗാ ഓമിൽ കുറവായിരിക്കരുത്. ഹീറ്റിംഗ് അല്ലെങ്കിൽ വാർണിഷിങ്ങിലൂടെ ഇൻസുലേഷൻ വാല്യൂ മെച്ചപ്പെടുത്തുക. ഇൻസുലേഷൻ വാല്യൂ 1 മെഗാ ഓമിൽ കുറവാണെങ്കിൽ മെയിൻ്റനൻസ് കാർഡിൽ പരിശോധനാ റിസൾട്ട്സ് നൽകുക. വാർണിഷിങ്ങിന് ശേഷം ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തുക. മെയിൻ്റനൻസ് കാർഡിൽ റിസൾട്ട്സ് നൽകുക. ഒരു മിക്സറിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. ഇവിടെ മിക്സറിന്റെ അടിവശത്ത് സാധാരണയായി കാണുന്ന ഓവർലോഡ് സ്വിച്ച് വഴി സ്പീഡ് കൺട്രോൾ ബട്ടണുകളിലേക്ക് ഫേസ് കണക്ട് ചെയ്തിരിക്കുന്നു. കൂടാതെ ഫീൽഡ് വൈൻഡിങ്സിൽ നിന്നുള്ള ടാപ്പിങ്ങുകൾ സ്പീഡ് കൺട്രോൾ സ്വിച്ചുമായി കണക്ട് ചെയ്തിരിക്കുന്നു. സ്കീമാറ്റിക് ഡയഗ്രാം അനുസരിച്ചാണോ കണക്ഷനുകൾ നൽകിയിരിക്കുന്നതെന്ന് പരിശോധിക്കുക. ഇപ്പോൾ മിക്സറിൽ നിന്ന് പവർ കോഡ് നീക്കം ചെയ്യുക. ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് വയറുകൾക്കിടയിലുള്ള കണ്ടിന്യൂറ്റിയും ഷോർട്ട് സർക്യൂട്ടും പരിശോധിക്കുക. കേടുപാടുകൾ കണ്ടെത്തിയാൽ അത് മാറ്റി പകരം വയ്ക്കുക. ഹൗസിംഗിൽ നിന്ന് ഓവർലോഡ് സ്വിച്ച് ഡിസ്കണക്ട് ചെയ്യുക. നിങ്ങളുടെ മിക്സർ ഗ്രൈൻഡർ പെട്ടെന്ന് നിലച്ചാൽ മിക്സറിന്റെ അടിഭാഗം നോക്കുക. നിങ്ങൾക്കൊരു സ്റ്റിക്ക് പോലെയുള്ള സ്വിച്ച് കാണാനാവും. ഇത് പ്രസ് ചെയ്ത് 10 മിനിറ്റ് കാത്തിരുന്ന ശേഷം റീസ്റ്റാർട്ട് ചെയ്യുക. ഇത് ഉപകരണത്തെ റീസ്റ്റാർട്ട് ചെയ്യും. ഈ സ്വിച്ചിനെ ഓവർലോഡ് സ്വിച്ച് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ സ്വിച്ച് അല്ലെങ്കിൽ റീസെറ്റ് ബട്ടൺ എന്ന് വിളിക്കുന്നു. ഇത് ഒരു സർക്യൂട്ട് ബ്രേക്കർ പോലെ പ്രവർത്തിക്കുന്നു. എല്ലാ മിക്സറിനും ഓട്ടോമാറ്റിക്കലി വൈദ്യുതി ഡിസ്കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ഉണ്ട്. സർക്യൂട്ട് ഓവർലോഡ് ആണെന്ന് സംശയം തോന്നിയാൽ ഈ മെഷീൻ ഉടൻ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഇതിനെ സർക്യൂട്ട് ബ്രേക്കർ എന്ന് വിളിക്കുന്നു. ഇത് മിക്സർ ഗ്രൈൻഡർ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മോട്ടോർ അമിതമായി ചൂടാകുന്നതും കത്തുന്നതും തടയും. സ്വിച്ച് വിച്ഛേദിച്ച ശേഷം അത് വർക്ക് ബെഞ്ചിൽ വയ്ക്കുക. ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കണ്ടിന്യൂറ്റി മോഡിൽ സെറ്റ് ചെയ്യുക. മെറ്റൽ പിൻ കണക്ടറുകളിൽ പ്രോബുകൾ വെച്ച് ബീപ്പ് ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ശബ്ദമൊന്നും കേൾക്കുന്നില്ലെങ്കിൽ അത് തകരാറാണെന്ന് ഉറപ്പാക്കി നല്ലതൊന്ന് ഉപയോഗിച്ച് മാറ്റിയിടുക. സ്വിച്ച് നല്ലതാണോ അതോ തകരാറാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിക്കാം. സ്പീഡ് കൺട്രോൾ അല്ലെങ്കിൽ റോട്ടറി സ്വിച്ചിൽ നിന്നോ കണക്ഷൻ നീക്കം ചെയ്യുന്നതിന് മുമ്പ് കണക്ഷനുകൾ കുറിച്ചു വയ്ക്കുക. ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ കണ്ടിന്യൂറ്റി മോഡിൽ സെറ്റ് ചെയ്യുക. പൊസിഷൻ 1ലേക്ക് സ്വിച്ച് കറക്കുക. പ്രോബുകൾ ഒന്ന് കോമൺ പോയിന്റിലും മറ്റൊന്ന് പൊസിഷൻ 1ലും വെച്ച് കണ്ടിന്യൂറ്റി പരിശോധിക്കുക. സ്വിച്ച് അതത് പൊസിഷനുകളിലേക്ക് കറക്കുന്നതിലൂടെ മറ്റ് പൊസിഷനുകളിലും ഇത് ചെയ്യുക. ഒരു ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ഫീൽഡ് കോയിൽ പരിശോധിക്കുക.
കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ അതൊരു പുതിയ വൈൻഡിംഗ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക. ഇരുവശത്തുമുള്ള ബ്രഷ് ഹോൾഡറിൽ നിന്ന് കാർബൺ ബ്രഷുകൾ നീക്കം ചെയ്യുക. ബ്രഷിൻ്റെ നീളം അതിൻ്റെ യഥാർത്ഥ നീളത്തിൻ്റെ 1/3 കുറവാണെങ്കിൽ അതേ ഗ്രേഡും വലിപ്പവുമുള്ള ബ്രഷുകൾ മാറ്റി സ്ഥാപിക്കുന്നത് നല്ലതാണ്. പുതിയ ബ്രഷ് കമ്മ്യൂട്ടേറ്ററിൽ കൃത്യമായി കിടക്കണം. ഉചിതമായ നട്ടുകളും ബോൾട്ടുകളും അഴിച്ച് ഫീൽഡ് കോറിൽ നിന്ന് ആർമേച്ചർ പുറത്തെടുക്കുക. ഗ്രൗളർ ഉപയോഗിച്ച് ആർമേച്ചർ പരിശോധിക്കുക. ഗ്രൗണ്ട് ടെസ്റ്റ്. ഗ്രൗളറിൽ ആർമേച്ചർ വയ്ക്കുക. സെലക്ടർ സ്വിച്ച് ഗ്രൗണ്ട് ടെസ്റ്റ് എന്നതിലേക്ക് കറക്കുക. പവർ ഓൺ ചെയ്യുക. ഒരു ടെസ്റ്റ് പ്രോബ് ടു അമർച്ചർ കോറിലേക്കും മറ്റൊരു ടെസ്റ്റ് പ്രോബ് കമ്മ്യൂട്ടേറ്ററിലേക്കും ടച്ച് ചെയ്യുക. ടെസ്റ്റ് ലാമ്പ് തെളിയുകയാണെങ്കിൽ ആർമേച്ചർ അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. ആർമേച്ചർ മാറ്റി സ്ഥാപിക്കുക. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. സെലക്ടർ സ്വിച്ച് ഷോർട്ട് പൊസിഷനിലേക്ക് കറക്കുക. ഗ്രൗളറിൽ ആർമേച്ചർ ഇൻസ്റ്റാൾ ചെയ്ത് പവർ ഓണാക്കി കാണിച്ചിരിക്കുന്നത് പോലെ ഹാക്സോ ബ്ലേഡ് സമാന്തരമായും അമർച്ചർ കോർ സെഗ്മെന്റിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഫിറ്റ് ചെയ്യുക. ഒന്നോ അതിലധികമോ റെവല്യൂഷൻസ് സാവധാനം കറക്കുക. ഹാക്സോ ബ്ലേഡ് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആർമേച്ചർ ഷോർട്ടഡ് ആയിരിക്കും. ആർമേച്ചർ മാറ്റി സ്ഥാപിക്കുക. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. സെലക്ടർ സ്വിച്ച് വോൾട്ട് ഹൈയിലേക്ക് കറക്കുക. ആർമേച്ചർ സാവധാനം തിരിക്കുക. ഓരോ കോയിലും പോൾ പീസുകൾക്കിടയിലുള്ള പൊസിഷനിൽ വരുമ്പോൾ ഒരു ടെസ്റ്റ് പ്രോഡ് ഉപയോഗിച്ച് അനുബന്ധ കമ്മ്യൂട്ടേറ്റർ ബാറിലും മറ്റേ ടെസ്റ്റ് പ്രോഡ് ഉപയോഗിച്ച് അടുത്തുള്ള ബാറിലും സ്പർശിക്കുക. മീറ്റർ നോക്കുക. അത് ലോ എന്ന് റീഡിംഗ് കാണിക്കുകയാണെങ്കിൽ സെലക്ടർ സ്വിച്ച് വോൾട്ട്സ് ലോയിലേക്ക് കറക്കുക. മീറ്ററിൽ റീഡിങ്ങുകളൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ബ്രോക്കൺ വൈൻഡിംഗ് അല്ലെങ്കിൽ ഓപ്പൺ കോയിൽ സൂചിപ്പിക്കുന്നു. കോയിലുകൾ എല്ലാം ഓക്കെ ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റർ കറക്കുമ്പോൾ ഓരോ കോയിലിനും മീറ്റർ റീഡിങ്ങുകൾ സമാനമായി തന്നെ തുടരണം. ആദ്യത്തെ കോയിൽ ടെസ്റ്റ് ഓക്കെ ആണെന്ന് കരുതുക. മറ്റു കോയിലുകൾ പരിശോധിക്കുമ്പോൾ കുറഞ്ഞ മീറ്റർ റീഡിംഗ് അപര്യാപ്തമായ ടേണുകളെ സൂചിപ്പിക്കും. ഉയർന്ന റീഡിംഗ് സൂചിപ്പിക്കുന്നത് കോയിലിൽ വളരെയധികം ടേണുകൾ ഉണ്ടെന്നാണ്. ഹീറ്റിംഗ് അല്ലെങ്കിൽ വാർണിഷിങ്ങിലൂടെ ഇൻസുലേഷൻ വാല്യൂ മെച്ചപ്പെടുത്തുക. ഇൻസുലേഷൻ വാല്യൂ 1 മെഗാ ഓമിൽ കുറവാണെങ്കിൽ മെയിൻ്റനൻസ് കാർഡിൽ പരിശോധനാ ഫലങ്ങൾ നൽകുക. വാർണിഷിങ്ങിനായി മോട്ടോർ തുറന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റർ, ആർമേച്ചർ, ബുഷ് ബിയറിംഗ്സ് എന്നിവ നന്നായി വൃത്തിയാക്കുക. വാർണിഷിങ്ങിന് ശേഷം ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തുകയും മെയിൻ്റനൻസ് കാർഡിൽ റിസൾട്ടുകൾ നൽകുകയും ചെയ്യുക. മിക്ക മിക്സറുകളിലും ബ്ലേഡുകളിലെ നട്ടുകളും സെൻറ്റർ ഷാഫ്റ്റ് ഹോൾഡിംഗ് നട്ട്സും ക്ലോക്ക് വൈസ് ചലിപ്പിച്ച് ലൂസാക്കേണ്ടതും ആൻറ്റി ക്ലോക്ക് വൈസ് ചലനം വഴി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടെന്നും ഓർമ്മിക്കുക. അസംബ്ലിക്ക് മുമ്പ് മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രകാരം ബെയറിംഗ് ലൂബ്രിക്കേറ്റ് ചെയ്യുക. മിക്ക ബെയറിങ്ങുകൾക്കും ലൂബ്രിക്കേഷൻ ആവശ്യമില്ല. ആവശ്യമെങ്കിൽ 3-in-1 ഓയിൽ പോലെയുള്ള ഒരു തുള്ളി ലൈറ്റ് ഓയിൽ ഉപയോഗിക്കാം. കമ്മ്യൂട്ടേറ്റർ സർഫസ് വൃത്തിയാക്കുക. കറുത്ത കാർബൺ നിക്ഷേപം കാർബൺ ടെട്രാക്ലോറൈഡ് CTC ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്നതാണ്. കമ്മ്യൂട്ടേറ്ററിന് മുകളിലായി ബുഷുകൾ കൃത്യമായി വെക്കുക. സ്പ്രിംഗ് പ്രഷർ ഉപയോഗിക്കുന്നതിന് ബ്രഷുകളുടെ മതിയായ നീളം പരിശോധിക്കുക. മോട്ടോർ അസംബിൾ ചെയ്ത് ടെർമിനൽ സ്ക്രൂ ടൈറ്റൻ ചെയ്യുക. ബ്ലേഡും അടിവശത്തുള്ള നൈലോൺ കപ്ലിങ്ങുമായി ജാർ അസംബിൾ ചെയ്യുക. സപ്ലൈയിലേക്ക് മോട്ടോർ കണക്ട് ചെയ്ത് മിക്സർ സ്റ്റാർട്ട് ചെയ്യുക. മിക്സറിൻ്റെ സുഗമമായ പ്രവർത്തനം നിരീക്ഷിക്കുക. മിക്സറിൻ്റെ റിപ്പയറിംഗ്. ഉപഭോക്താവിൻ്റെയോ ഉപയോക്താവിൻ്റെയോ കംപ്ലയിൻറ്റ് ശ്രദ്ധിക്കുകയും മെയിൻ്റനൻസ് കാർഡിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. പൊതുവായ കംപ്ലയിൻസിൻ്റെ സാധ്യമായ കാരണത്തിനായുള്ള ട്രബിൾ ഷൂട്ട്, കറക്റ്റീവ് ആക്ഷൻസ് എന്നിവ ഇനി പറയുന്നവയാണ്. ഇനി പറയുന്ന പാർട്സുകൾക്ക് പ്രശ്നമുണ്ടോ എന്ന് നോക്കി പരിശോധിക്കുക. പവർ കോഡും പ്ലഗും, സ്വിച്ചിലെ ടെർമിനൽ കണക്ഷൻസ്, കപ്ലിങ്സ്, ഷാഫ്റ്റിൻ്റെ ഫ്രീനെസ്, കരിഞ്ഞ മണം അല്ലെങ്കിൽ വൈൻഡിങ്ങുകളുടെ നിറവ്യത്യാസം. ഇതോടെ പാർട്ട് 1 പൂർത്തിയാകുന്നു. പാർട്ട് 2 വീണ്ടും കാണാം.